ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജാക്കാൻ വെക്കാൻ പോയപ്പോൾ എനിക്ക് നല്ലൊരു ഷോക്ക് കിട്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മഴ കാണാമെന്ന് പറഞ്ഞിട്ട് മഴയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് നേരം പുറത്ത് പോയി ഇങ്ങനെ നിന്നു. ഹോസ്റ്റലിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 റൂംമേറ്റ്സ് വെക്കേറ്റ് ചെയ്ത് പോയി. പിന്നെ 2 പേര് ജോലിക്ക് പോയിട്ട് വരാൻ ലേറ്റാവും. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും. കുറച്ച് നേരം ഇങ്ങനെ പഠിച്ച് ബോറടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് വന്ന് മഴ പെയ്യുമ്പോൾ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ കുറച്ച് ദിവസമായിട്ട് ഒരു 3 ദിവസമൊക്കെ ആയിട്ട് നല്ല മഴ. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു 7 മണി 8 മണി ആ ടൈമിൽ ഭയങ്കരമായിട്ട് മഴ. അതുപോലെ വൈകിട്ടും ഇങ്ങനെ നല്ല പോലെ മഴ പെയ്യും. ഞങ്ങളിങ്ങനെ പുറത്ത് വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് മഴ കാണാമെന്ന് വെച്ചിട്ട് പുറത്ത് വന്നിങ്ങനെ നിന്ന് മഴ കാണുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇത് ആശ്വതി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആളപ്പോൾ SBIയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് SBIയിൽ? ഞാൻ അശ്വതി ചേച്ചി വരാൻ ഭയങ്കര ചെയ്തിരിക്കുകയായിരുന്നു. കാരണം സാക്സ് പൊട്ടിക്കാൻ വേണ്ടി അപ്പം ട്രീറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാറ്, കേക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഠിക്കാനിരുന്നു. അത് കഴിഞ്ഞ് അലക്കാനുണ്ടായിരുന്നു. നാളെ നാട്ടിൽ പോകണതുകൊണ്ട് തന്നെ ഇന്ന് ഡ്രസ്സുകളൊക്കെ അലക്കി ഉണക്കാനിടണം. കാരണം അന്നുള്ള ഡ്രസ്സ് അന്നൊന്ന് അലക്കും. ഞാൻ അപ്പോൾ മേല് കഴുകിയിട്ടൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ വൈകിട്ട് എനിക്ക് അലക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഭയങ്കര ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. വെയിലങ്ങനെ കൊള്ളാറില്ലേ. ഷീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാവരും തുണി ഒരുമിച്ച് കൂട്ടിയിടുന്ന സമയത്ത് നമ്മളിങ്ങനെ തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കായിരുന്നു. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ സോപ്പ് കൊണ്ട് അലക്കാതെന്ന്. കാരണം ഇതിൽ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോപ്പിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോപ്പിട്ട് കഴുകി. പിന്നെ ഓക്കെ ആയി. അപ്പോഴേക്കും ഞങ്ങൾ അലക്കി കഴിയുമ്പോഴേക്കും അശ്വതിച്ച് വന്നിട്ട് അലക്കാൻ നിന്നു. എൻ്റെ അലക്കലൊക്കെ ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു. ഇത് എന്നും നമുക്ക് കുറേ നേരം പഠിക്കാൻ ടൈം വേണം. കാരണം അത്രയും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അശ്വതി ചേച്ചി വന്ന് അവിടെ ഫുൾ വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വരുന്ന അശ്വതി ചേച്ചി ഇങ്ങനെ പറയുകയാണ്, വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.